നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നന്മകൾക്ക് നിറപകരുന്ന ക്യാൻവാസ് ഇതാ നിങ്ങൾക്ക് മുമ്പിൽ. വെൽക്കം ടു ജീസസ് കിഡ്സ്. അനുഭവങ്ങളിലൂടെ ചിരിയും ചിന്തയും സമ്മാനിക്കുന്ന കാഴ്ചപ്പുറത്തേക്ക് പോകാം. കാട്ടിലെ കൂട്ടുകാർ. പരീക്ഷയൊക്കെ തീർന്നു. എനിക്കൊക്കെ എളുപ്പമായിരുന്നു. അത് ശരിയാട്ടോ, പരീക്ഷ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അത് നേരാ. പരീക്ഷ നമ്മൾ പേടിക്കുന്നത് കൊണ്ടാ പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ പേടിക്കാതിരിക്കാൻ പറ്റൂ? എന്തായാലും പരീക്ഷ കഴിഞ്ഞു. ഇനി 2 മാസം വെക്കേഷൻ. വെക്കേഷൻ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ട്ടോ. എന്താ ഗംഭീര നിന്റെ പ്ലാൻ? അതൊക്കെ ഉണ്ടെന്ന്, സൂപ്പർ പ്ലാന്. നല്ല ടൂറും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുന്നതിനെന്താ? ടൂറൊന്നല്ല എന്റെ കൂട്ടുകാരെ, പിന്നെ ഒരു ചെറിയ ബിസിനസ്. അതേ, സ്മോൾ ബിസിനസ്. ഇത്ര ചെറുപ്പത്തിലെ ബിസിനസ് നടത്തോ? എന്റെ മോട്ടു, ഞാനൊരു ഗമയ്ക്ക് പറഞ്ഞാല് ബിസിനസ്. ചെറിയൊരു കച്ചവടം. കച്ചവടോ? അതേന്ന്, കുറച്ച് മിഠായി, കുറച്ച് നിലക്കടല, കുറച്ച് എള്ളുണ്ട, കുറച്ച് ഉപ്പിലിട്ടത്, അങ്ങനെ കുറച്ച് സാധനങ്ങള്. അവധിക്കാല കച്ചവടം. അതന്നെ. കുറച്ച് പണമൊക്കെ വേണം. പണം എവിടുന്ന് സംഘടിപ്പിക്കും? അത് വീട്ടിൽ പറഞ്ഞ് റെഡിയാക്കി എടുക്കണം. അല്ലേലും ഐഡിയയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് ആണെന്നാ എന്നെ അറിയാവുന്നവരൊക്കെ പറയുന്നത്. അപ്പോഴേക്കും അങ്ങ് പൊന്തിയല്ലോ. ആകാശം മുട്ടി തല പൊളിയുവേ. മോനെ, മോനെ, ചായ കുടിക്ക്. എനിക്ക് വേണ്ട. മോനെ, മോൻ പറഞ്ഞതുപോലെ കച്ചവടം തുടങ്ങാനൊന്നും പണമില്ല. അതിന് ഇതിന് മാത്രം പണമൊന്നും വേണ്ട അമ്മേ. മോൻ ഇങ്ങനെ പിണങ്ങിയാലോ? മോൻ കച്ചവടം ചെയ്തൊന്നും പരിചയമില്ലാത്തതല്ലേ? അമ്മയ്ക്ക് പണം തരാൻ കഴിയില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. അല്ല പിന്നെ ഹോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. മോനെ, മോൻ ഇങ്ങോട്ടാ. എനിക്ക് ഇഷ്ടമുള്ളതിലേക്ക് പോവാ. അല്ല പിന്നെ ഓ, എന്റെ ദൈവമേ, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? എന്റെ കുട്ടിക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. ഗംഭീരന്റെ അമ്മ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താം. സാറേ, പണം എവിടുന്നെങ്കിലും കണ്ടെത്താ എന്ന് വിചാരിക്കാം. പക്ഷേ അവന് കച്ചവടം ചെയ്യാൻ അറിയോ? ഒരു കണക്കിന് ഗംഭീർ തെരഞ്ഞെടുത്ത വഴി കൊള്ളാം. കാരണം കുട്ടിക്കാലത്ത് സമ്പാദിച്ചാലും ഉണ്ടാകുന്നത് കുറച്ചൊക്കെ നല്ലതാ. അതൊക്കെ അറിയാം സാറേ. ഗംഭീർ പക്ഷെ എങ്ങനെ മാനേജ് ചെയ്യുന്ന പ്രശ്നം. ഗംഭീരന്റെ അമ്മ വിഷമിക്കാതെ ഞാൻ ഗംഭീരനെ ഒന്ന് കാണട്ടെ, ഗംഭീരമായി ഒന്ന് സംസാരിക്കട്ടെ. വേണം സാറേ, സാറ് തന്നെ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഗംഭീരന്റെ അമ്മ ധൈര്യമായി പോയിക്കോ. അവന് കട തുടങ്ങാനുള്ള പണം കൊടുക്ക്. ബാക്കി പിന്നീടല്ലേ, ദൈവം കൂടെ ഉണ്ടാവും. ശരി സാറേ. എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. വമ്പൻ സാർ എന്തിനാണാവോ എന്നെ കാണാന്ന് പറഞ്ഞത്? അല്ലേലും കട തുടങ്ങുന്നതിന് മുമ്പ് വമ്പൻ സാറിനോടൊന്ന് ചോദിക്കേണ്ടതായിരുന്നു.
എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ആ ഇരിക്കി. നമസ്കാരം സാറേ. ആ നമസ്കാരം ഇരിക്കൂ. ആ ശരി. അപ്പൊ ഗംഭീർ പുതിയ പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്നു കേട്ടല്ലോ. എന്താ അത് പിന്നെ എന്താ ഗംഭീർ ഒന്നും മിണ്ടാത്തത്? സാറിനെ പേടിച്ചിട്ടാ. യോ എന്തിനാ എന്നെ പേടിക്കുന്നേ? പറയുമെന്ന് പേടിച്ചിട്ടാ. ഗംഭീർ തുടങ്ങാൻ ഉദ്ദേശിച്ചത് നല്ല കാര്യമാണ്, പക്ഷേ നല്ല രീതിയിൽ നടത്തണം. ആശ്വാസമായി സാറേ. സാറ് പറയണത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. കച്ചവടം എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള ഒരു കലയാ. നേരാവണ്ണം നടത്തിയില്ലെങ്കിൽ പ്രശ്നമാകും. ഗംഭീറിന്റെ അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ക്രയവിക്രയങ്ങൾ നടത്തേണ്ടതെന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം. നല്ല കാര്യം സാറേ. കച്ചവടം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ആ നാട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ കച്ചവടം ആരംഭിക്കാൻ. അത് ശരിയാണല്ലോ. നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോവാം. അല്ല പീലി, അവിടുന്ന് എന്തെങ്കിലും വാങ്ങണെങ്കില് പണം വേണ്ടേ നമുക്ക്? അതൊന്നും പ്രശ്നമാക്കണ്ടെന്നേ, പണമൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്നാ വാ, നമുക്ക് പോയി നോക്കാം. അധികം ആരോടൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് സാധനങ്ങൾ വരാൻ വൈകും. അതൊന്നും പ്രശ്നമാക്കണ്ടെന്നേ. 2 ദിവസം കൊണ്ട് കച്ചവടം പൊടി പൂരമാകും. എല്ലാവരും എത്തിയല്ലോ. അറിയിക്കാൻ പറ്റിയില്ല കേട്ടോ. കച്ചവടമൊക്കെ ഉണ്ടോ? പിന്നില്ലാണ്ട് സൂപ്പർ കച്ചവടല്ലേ. സർബത്തുണ്ട്, നാരങ്ങ വെള്ളമുണ്ട്, മിഠായിണ്ട്, നിലക്കടലുണ്ട്, ഉപ്പിലിട്ടതുണ്ട്, പൈനാപ്പിൾ ഉപ്പിലിട്ടതുണ്ട്, മാങ്ങ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. ഞങ്ങൾക്ക് ഈ കടലവർത്തത് ആയിക്കോട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടാ കടലവർത്തത്. അത് നന്നായി. കടല കൊള്ളാം, കടല കൊള്ളാം. ഇതാ പിടിച്ചോ. നടന്നു പോകുമ്പോ കടല തിന്നാ. ഞങ്ങള് പണം നാളെ തരാട്ടോ. അതൊന്നും സാരമില്ല. ആദ്യത്തെ കച്ചവടമല്ലേ, കംപ്ലീറ്റ് കോംപ്ലിമെന്റ്സ് അല്ലേ, നമ്മൾ കൂട്ടുകാരല്ലേ. ഞങ്ങൾ ഇനി വരും. അതാണ് വേണ്ടത്. എന്നാ ശരി, പോട്ടെ. കോംപ്ലിമെന്റ് ആണെങ്കിൽ കടല തിന്നാൻ കൊള്ളാം. ചെല്ല്. ആ എന്നാലേ ഗംഭീരേ, ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കുക. ഞാൻ എല്ലാവരോടും ഒന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. റെഡി ആവണം, ഇല്ല ഞാൻ അമ്മയുടെ കാശിരിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ എന്തായാലും പോട്ടെ. ശരി എന്നാ. പിന്നെ എല്ലാരോടും ഒന്ന് പറഞ്ഞേക്കണേ. തീർച്ചയായിട്ടും. എന്തായാലും പപ്പീസേ, ആ ഗംഭീറിന് നല്ല കച്ചവടമാണ് കേൾക്കുന്നത്. വളരെ അസൂയ തോന്നുന്നു. സാധനങ്ങളൊക്കെ ഇങ്ങനെ ചടപടാന്നല്ല തീരുന്നത്. പപ്പീസേ, നമുക്കെന്താ അങ്ങനെ ഒരു ബുദ്ധി നേരത്തെ നമുക്ക് തോന്നാൻ? കുരുട്ട് ബുദ്ധി മാത്രമല്ലേ ഉള്ളൂ. ഗംഭീർ അവിടെ ഇരുന്ന് കൊടുക്കത്തെ ലാഭം കൊയ്യുകയാ. പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ വെറും മണ്ടന്മാര്. അങ്ങനെ പറഞ്ഞാൽ ജിഗരിയ. ഇതിനെന്ത് പറ്റി? എന്താ ആലോചിക്കുന്നത്? അല്ല, നമുക്ക് ഗംഭീറിന്റെ കച്ചവടത്തിൽ നിന്നും എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്നാ. അതെങ്ങനെ? എന്റെ മനസ്സിൽ ഒരു ഐഡിയ തെളിയുന്നുണ്ട്. സംഗതി എന്താണെന്ന് വെച്ചാ പറ. പറയുന്നില്ല, പപ്പീസ് പ്രവർത്തിച്ചാൽ മതി. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ പ്ലാൻ ചെയ്യുന്ന പരിപാടി നടത്തി തരുന്നതാണ് പപ്പീസിന്റെ കടമ. അതെന്താണെന്ന് പറഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റൂ. അതൊക്കെ ഞാൻ പറയാം. ആദ്യം നമ്മൾ കുറച്ച് കുപ്പികൾ എടുക്കുന്നു. കുപ്പി. അതിൽ വെള്ളമൊഴിക്കുന്നു. വെള്ളം. ആ കുപ്പികൾ വെള്ളമൊഴിക്കുമ്പോൾ അതിൽ നമ്മൾ നിറങ്ങൾ കലർത്തുന്നു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി. ഗംഭീരേ. അല്ല, ഇതാര് പപ്പീസ്? എന്താണ് പപ്പീസ് നല്ല വിശേഷങ്ങള്? വിശേഷം കേട്ടോ. അല്ല, ഇതെന്താണ് ഈ കവറിൽ കുറെ കുപ്പി ഓ ഇതോ ദാ കണ്ടോ, ഇതാണ് പുതിയ കളർഫുൾ ലൈം സോഡ. എന്റെ അമ്മു, ഇതെന്താണ് ഈ കാണുന്നത്? കളർഫുൾ ലൈം സോഡയോ? അതേന്ന്, ഇതാണ് വളരെ പ്രസിദ്ധമായ കളർഫുൾ ലൈം സോഡ. വളരെ ടേസ്റ്റ് ഉള്ളതാ. അല്ല, ഇത് പപ്പീസിന് എവിടെ നിന്ന് കിട്ടിയ? ഞാനേ കഴിഞ്ഞ ദിവസം നമ്മുടെ സൂപ്പർ ഫസ്റ്റ് മോളിൽ പോയിരുന്നു. അവിടെ കണ്ടതാ. ഗംഭീർ കട തുടങ്ങിയത് അറിഞ്ഞപ്പോൾ വളരെ ലാഭത്തിൽ കിട്ടിയപ്പോൾ ഞാനിത് വാങ്ങി ഗംഭീറിന് വേണ്ടി. എങ്ങനെയുണ്ട്? ചന്തം കിട്ടോ? ഗംഭീരെ, ഈ സർവത്തും നാരങ്ങ വെള്ളം വിൽക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ലാഭം കിട്ടും. ശരിയാണ് ഈ പറഞ്ഞത്. പിന്നെ ഇരട്ടി ലാഭമല്ലേ? എങ്കിലൊന്ന് പരീക്ഷ നോക്കിയിട്ട് പിന്നെ അല്ലാതെ നമ്മൾ കച്ചവടം ചെയ്യുന്നത് ലാഭത്തിനല്ലേ? സംശയമുണ്ടോ? അതാ പറഞ്ഞത്, ലാഭം കിട്ടാൻ ഇങ്ങനെ ഓരോ സാധനം വിൽക്കണമെന്ന്.
ഇതാ വേറെ അടുത്തത് കളറുണ്ടോ? പിടിച്ചോളൂ. ആ അല്ല ഇതിനെന്താ വില? ആ, ഇതിന് കുപ്പിക്ക് 100 രൂപ. 100 രൂപ. അവിടെ കിടക്കട്ടെ, ഞാൻ പൈസ ഇപ്പൊ തരാം കേട്ടോ. ഓ 1 2 3 ആ ഇതാ പൈസ 1 2 3 ഗംഭീരായത് കൊണ്ടാ ഞാൻ ഇത്രയും ത്യാഗം സഹിച്ചത് correct ആണ് കേട്ടോ. കേട്ടോ. അപ്പൊ ശരി ഗംഭീര, തീരെയാണെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ പറയും കേട്ടോ. നന്നായി വരും. ഇതെന്തായാലും കൊള്ളാം. കളർഫുൾ ലൈം സോഡ ആയിക്കോട്ടെ. ഇനി ഇതിന്റെ ഒരു കുറവുണ്ട്. ഒയ്യണ്ടായി ഗംഭീരേ. ഗംഭീർ അല്പം ലൈം സോഡ ഉണ്ടാവും. ഉണ്ടല്ലോ നല്ല കളർഫുൾ ലൈം സോഡ. ഓക്കെ, എങ്കിൽ ഒരു കുപ്പി അങ്ങ് എടുത്തോളൂ. ഇതാ പിടിച്ചോളൂ. തരൂ. എത്രയാ വില? 250 രൂപ. ഓക്കെ, ഇതാ 250 രൂപ. താങ്ക് യു. അപ്പൊ പോട്ടെ ഗംഭീർ. ഈശ്വരാ. അയ്യോ. ഇതെന്തിപ്പോ കാണുന്നത് സംഗതി ലാഭാണ് ട്ടാ. 100 രൂപ കൊടുത്തെടുത്ത സാധനം 250 രൂപയ്ക്ക് വിൽക്കാൻ പറ്റി. അയ്യോ, ഇനി സർബത്തും നാരങ്ങ വെള്ളമൊന്നും വേണ്ട, ലൈം സോഡ മാത്രം മതി. ഇത് ഗംഭീര ലാഭല്ലേ? ദേ പോണു സാധാരണ നാരങ്ങ സോഡ. ലൈം സോഡ വരട്ടെ. സംഗതി ജയിച്ചു കേട്ടോ. ഓരോന്റെ ബുദ്ധി അപാരം തന്നെ. ആകെ ഈ വെള്ളമുണ്ടാക്കുവാൻ നമുക്ക് ചെലവ് കുറച്ച് പഞ്ചസാരയും കളറും മാത്രം. അതന്നെ. നമ്മൾ പോയി വാങ്ങിയത് കൊണ്ട് ഗംഭീറിന് വിശ്വാസമായി ചെയ്തു. ഇനി കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. അല്ല, ഇതിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇത് കുടിച്ചിട്ട്? ആർക്കെന്ത് പ്രശ്നമുണ്ടായാലും നമുക്കെന്താ? അപ്പൊ അത് ശരിയാ. ആ, നമുക്ക് അതാണ് പണം വേണം കാര്യം. അത്ര തന്നെ. തീർച്ചയായിട്ടും ഇനി നമുക്ക് കൂടുതൽ കുപ്പികൾ വേണം, വെള്ളം വേണം, കൂടുതൽ കളറുകൾ വേണം. എന്നാലും ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് കടപൂട്ടാൻ മാത്രം എന്താണാവോ ഉണ്ടായത്? പീലിയും മോട്ടും ആശുപത്രിയിലാണെന്നാ കേട്ടത്. ആ ഞാനും കേട്ടു. വയറിളക്കവും ഛർദിയുമായിട്ടാ അവരെ കൊണ്ടുപോയി. ഇതിപ്പോ കൊടുത്ത സാധനങ്ങൾ എന്തെങ്കിലും കേടായതായിരിക്കുമോ? എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഗംഭീറിനെ കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ എന്തായാലും ആശുപത്രി വരെ പോവാ. അമ്മ. അയ്യോ സാർ, എല്ലാം പോയി സാറേ, എല്ലാം കരയാതെ പോയി. സാറേ വിഷമിക്കല്ലേ ഗംഭീർ, എന്താ സംഭവിച്ചത്? അയ്യോ സാറേ, എന്റെ ലാഭക്കൊതി അമിത ലാഭത്തിന് വിൽക്കാൻ സാധനം കിട്ടിയപ്പോ ഞാൻ അത് ഓ തെളിച്ചു പറയൂ ഗംഭീർ. ആ ചതിയന്മാര് എന്നെ പറ്റിച്ചു സാറേ. പപ്പീസും കോരും അവരെന്തൊക്കെയോ ചേർത്ത് എനിക്ക് കുപ്പിയിലാക്കി വെള്ളത്തിലാക്കി തന്നു. പക്ഷെ അത് എവിടുന്നാണെന്ന് പോലും അന്വേഷിക്കാതെ ഞാൻ വാങ്ങി വിറ്റു. ഓഹോ, അപ്പോ അതാണ് സംഭവിച്ചത്. ഗംഭീറിന് അറിയാമോ, മോട്ടുവും പീലിയും ഇപ്പോൾ ആശുപത്രിയിലാ. സാറേ, അവരെന്നോട് ലൈം സോഡ വാങ്ങി കഴിച്ചിരുന്നു സാറേ. ഭാഗ്യം കൂടുതൽ ഒന്നും പറ്റാതിരുന്നത്. സാറേ ഇനി ഗംഭീറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ആ, അമ്മ പേടിക്കാതിരിക്കൂ. ആ പപ്പീസിനും കോരുവിനുമെതിരെ കംപ്ലൈന്റ് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ നമുക്ക് ചെയ്യണം. എങ്കിലേ ഗംഭീർ നിരപരാധിയാണെന്ന് തെളിയും. എന്നാലും ഗംഭീറെ നിനക്ക് ഈ ചതിവ് പറ്റിയല്ലോ. ഗംഭീർ ലാഭക്കൊതി കൊണ്ടെത്തിച്ചത് എവിടെയാണെന്ന് മനസ്സിലായോ? ദൈവാനുഗ്രഹം കൊണ്ട് അധികമൊന്നും സംഭവിച്ചില്ല. അതെ. പിന്നെ ഗംഭീർ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ തേടി പല പല ആളുകളും പല വഴിയെ പല പല തട്ടിപ്പുമായും വരും. നമ്മൾ അതൊക്കെ കണ്ടറിഞ്ഞിടപെട്ടാൽ ഇതുപോലുള്ള കുടുക്കിൽ ചാടില്ല. മനസ്സിലായി സാറേ, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ഇപ്പൊ തന്നെ പോവാ. എനിക്ക് ബോട്ടുവിനെയും പീലിയെയും കണ്ട് ബാപ്പ് പറയണം. ആ ഞാനും വരാം ഗംഭീർ. നമുക്ക് ആ കംപ്ലൈന്റും എഴുതി കൊടുക്കണം. വാ. ദൈവമേ, പോയിട്ട് വരാം. കുഞ്ഞുങ്ങളെ കാത്തോളേ. കാര്യം പറയാൻ ഏത് പാവയ്ക്കും സാധിക്കില്ല, പക്ഷേ ടിങ്കു പാവയ്ക്ക് സാധിക്കും. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരി. ഓക്കെ ടിങ്കു, ഇന്ന് എന്തെല്ലാം വിശേഷങ്ങളാണ് ഈ കൂട്ടുകാരോട് പറയാനായിട്ടുള്ളത്? സ്കൂളിലെ വിശേഷങ്ങളാണ്. സ്കൂളിലെ വിശേഷങ്ങളാണ്. ഓക്കെ, ഇന്ന് എന്തെല്ലാം സംഭവങ്ങളാണ് സ്കൂളിലുണ്ടായത്? അങ്കിൾ, ആ
ഇന്ന് എൻ്റെ കൂട്ടുകാരന് ആ ഒരുപാട് അടി കിട്ടി. ഓ, എന്താ പറ്റിയേ കൂട്ടുകാരന്? അവൻ എന്ത് തെറ്റാ ചെയ്തത്? അങ്കിൾ, ആ അവൻ ഇന്ന് ആ ക്ലാസ്സിൽ കിടന്ന് ആ ഉറങ്ങിപ്പോയി. അയ്യോ, പാവം ഉറങ്ങിപ്പോയി അല്ലേ? ഏ അതെ അങ്കിൾ, ടീച്ചർക്ക് അത് ഇഷ്ടമായില്ല. ടീച്ചർ ഒരുപാട് തല്ലി. ഓ, കൂട്ടുകാരെ, ചിലപ്പോൾ ഈ ഉറക്കം നമുക്കും വരാറുണ്ട് അല്ലേ? ഉറക്കമെന്ന് പറയുന്നത് ദൈവം തരുന്ന വലിയൊരു ദാനമാണ്. പക്ഷേ ഉറങ്ങേണ്ട സമയത്തെ നമ്മൾ ഉറങ്ങാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത സമയത്ത് ഉറങ്ങുമ്പോൾ ഒരുപക്ഷെ ഈ കൂട്ടുകാരന് കിട്ടിയതുപോലെ അടി നമുക്കും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഉണർന്നിരിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം ഉണർന്നിരിക്കണം. എന്താണ് ഉണരുക എന്ന് പറഞ്ഞാൽ? അങ്കിൾ, എനിക്കറിയത്തില്ല. പല അപകടങ്ങളുടെയും കാരണം ഉറക്കമാണ്. വാഹനമൊക്കെ ഓടിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പം ഉറക്കമൊക്കെ വരും. ശരി അങ്കിൾ, അങ്ങനെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക? ചില ആളുകൾ ആ വെള്ളം കുടിക്കും. അതെ, ചില ആളുകൾ വെള്ളമൊക്കെ കുടിക്കും, അല്ലെങ്കിൽ ചായയൊക്കെ പോയി കുടിക്കും. ചില ആളുകൾ മുഖം കഴുകും. മുഖമൊക്കെ കഴുകും. ശരിയാണ്, ടെങ്ക് പറയുന്നതെല്ലാം വാസ്തവമാണ്. ഉറക്കം വന്നാൽ ഉടനെ അത് മാറ്റുവാനായിട്ട്, ഉണരുവാനായിട്ട് ചില പൊടിക്രിയകളൊക്കെ ചെയ്യും. അതെ അങ്കിൾ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? വലിയ അപകടം ഉണ്ടാവും. അതെ, നേരെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം ഉറക്കത്തിൻ്റെ അവസ്ഥയിലാണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ദൈവവചന പഠനത്തിൽ, പ്രാർത്ഥനയിൽ ഉറങ്ങുന്നവരായിട്ടാണോ നാം ഇന്നും ജീവിക്കുന്നത്? ശരിയായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ശരിയായിട്ട് ദൈവവചനം പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യേണ്ടവരാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു. എന്നിട്ട് താൻ കുറച്ചകലം മാറിപ്പോയി. എന്താ ഏൽപ്പിച്ചതെന്നറിയാമോ? ആരോട് പറഞ്ഞു? നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അതെ, അവരോട് പറഞ്ഞു നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു കർത്താവ് കുറച്ച് മാറിപ്പോയിരുന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? എന്താ അങ്കിൾ? തൻ്റെ ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് കണ്ടത്. യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചുണർത്തി അവരോട് ചോദിച്ചു, ഒരു നാഴിക പോലും എന്നോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലേ? അങ്കിൾ, അത് വളരെ ദുഃഖമായല്ലേ? പിന്നെ തീർച്ചയായിട്ടും നാം പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കേണ്ടവരാണ്, പ്രാർത്ഥനയിൽ പൊരുതേണ്ടവരാണ്. പലപ്പോഴും നമുക്കതിന് കഴിയില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ അലസതയാണ്. അതെ അങ്കിൾ, തീർച്ചയായിട്ടും അതെ. പിന്നീട് ഒരു പ്രവാചകനോട് ദൈവം ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു, നിനവിയിലേക്ക് പോകാനായിട്ട്. പക്ഷേ ഈ പ്രവാചകൻ ചെയ്തത് എന്താണെന്നറിയാമോ? എന്താ അങ്കിൾ ചെയ്തത്? തർസീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള കപ്പലിൽ കയറി ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ദൈവത്തിന് അത് ഇഷ്ടമായില്ല. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? എന്താ അങ്കിൾ ചെയ്തത്? ഉടനെ ദൈവം വലിയ കാറ്റും കോളൊക്കെ അയച്ചു. വലിയ കാറ്റും കോളും അയച്ചു. കപ്പൽ മുങ്ങുവാനായിട്ട് തുടങ്ങി. ഉടനെ അതിലുള്ള ആളുകളെല്ലാം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുവാൻ, അവരവരുടെ ദൈവത്തോട് നിലവിളിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്താ ചെയ്തതെന്നറിയാമോ? ഉറങ്ങായിരുന്നു. അതെ, പ്രിയ കൂട്ടുകാരെ, നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഉണർവോടെ ചെയ്യണം. എന്താണ് ഉണരുക എന്ന് പറഞ്ഞാൽ? പല അർത്ഥങ്ങളാണ് അതിനുള്ളത്. എന്തൊക്കെയാണ്? നാം വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ പോകുമ്പം നമ്മുടെ മാതാപിതാക്കൾ പറയാറുണ്ട് അല്ലേ? എനിക്കറിയാം. എന്താ പറയാറുള്ളത്? ശ്രദ്ധയോടെ നടക്കണം. അതെ, ശ്രദ്ധയോടുകൂടെ നടക്കണം. പിന്നെ ശ്രദ്ധയോടെ പഠിക്കണം. അതെ, ശ്രദ്ധയോടുകൂടെ പഠിക്കണം. പിന്നെ ശ്രദ്ധിച്ച് ജീവിക്കണം. എന്താ കാരണം? പല അപകടങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. നാം ഉറങ്ങുന്നവരാണെങ്കിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പറ്റുമോ? ഇല്ല അങ്കിൾ. ഓക്കെ, പിന്നെ ജാഗ്രതയോടുകൂടെ ഇരിക്കണം. അതാണ് മറ്റൊരർത്ഥം. എന്താ അങ്കിൾ ജാഗ്രത എന്ന് പറഞ്ഞാൽ? പട്ടാളക്കാരെല്ലാം വളരെ ജാഗ്രതയോടുകൂടിയാണ് അതിർത്തി കാക്കുന്നത്. ഏത് സമയവും വേണമെങ്കിൽ എതിർകക്ഷികൾ യുദ്ധത്തിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇരിക്കുക. അങ്ങനെ ഇരിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ശത്രുവായ പിശാച് ഏത് രീതിയിലും നമ്മെ വീഴ്ത്തുവാനായിട്ട് സാധ്യതയുണ്ട്.
അതുകൊണ്ട് നാം ജാഗ്രതയോടുകൂടെ ദൈവത്തിൻ്റെ വചനമാകുന്ന ആയുധമേറ്റിക്കൊണ്ട് നാം ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ കൂട്ടുകാരനെ പോലെ നാം ഉറങ്ങുന്നവരാണോ? എങ്കിൽ നാം ഉണർന്ന് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാം. പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കാം, ദൈവവചന പഠനത്തിൽ ഉണർന്നിരിക്കാം. ജാഗ്രതയോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കാത്തു പരിപാലിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ, എനിക്കത് മനസ്സിലായി. ഞാനിനി ഉണർന്നിരിക്കും. ഓക്കെ, ഉണർന്ന് നല്ല കുട്ടിയായി മാറണം കേട്ടോ. ഓക്കെ അങ്കിൾ. ഓക്കേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും എഴുതേണ്ട സമയം. വ്യത്യസ്തമായ കത്തുകൾ ഇവിടെ വായിക്കും. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും കാണുന്നതുവരെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ബൈ.